One of the big mistakes that Christians have made, evangelical Christians, is imagining that everything in the Christian life is free. സുവിശേഷ വിഹിത സഭകളിലെ അനേക വിശ്വാസികളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ക്രിസ്ത്യ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തികച്ചും സൗജന്യമാണ് എന്നാണ്. Everything is received from God, that there's no doubt. ക്രിസ്തീയ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്, അതിന് സംശയമൊന്നുമില്ല. But some things are free and some things you have to pay a price for. ചില കാര്യങ്ങൾ സൗജന്യമായിരിക്കുമ്പോൾ തന്നെ മറ്റ് പലതിനും നാം ഒരു വില കൊടുക്കേണ്ട ആവശ്യമുണ്ട്. For example, forgiveness of sins, that's free, it's a gift. പാപക്ഷമ എന്ന് പറയുന്നത് തികച്ചും സൗജന്യമാണ്. If you try to work for it, you can't get it. പാപക്ഷമ ലഭിക്കുവാനായി എത്ര അധ്വാനിച്ചാലും ഒരു മനുഷ്യന് അത് ലഭിക്കുകയില്ല. The mistake of so many people of all religions, including many Christians, is trying to work for the forgiveness of their sins. ക്രിസ്തീയ മതം ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും ഒരു അടിസ്ഥാനപരമായ തകരാർ അവിടെയാണ്. പാപക്ഷമയ്ക്ക് വേണ്ടി അവര് അധ്വാനിക്കുകയും വിയർപ്പൊഴുക്കുകയും ചെയ്യുന്നു. What they don't realize is that sin is such a terrible thing that no matter how much you work, you can't pay for it, not even for one sin. എത്ര പരിശ്രമിച്ചാലും ഒരു പാപത്തിന് പോലും പ്രതിവിധി ചെയ്യുവാൻ സ്വപ്രയത്നം കൊണ്ട് കഴിയാതെ വണ്ണം പാപം ദൈവത്തിന് മുൻപാകെ അത്ര ഭയാനകമായ കാര്യമാണ് എന്ന് അവർ ഗ്രഹിക്കുന്നില്ല. You can cry for 50 years, it won't cleanse one sin. നിങ്ങൾക്ക് വേണമെങ്കിൽ 50 വർഷം തുടർമാനമായി കണ്ണീരൊഴുക്കാം, പക്ഷേ നിങ്ങളുടെ ഒരു പാപം പോലും നിങ്ങളുടെ കണ്ണീരിനാൽ കഴുകപ്പെടുകയില്ല. It's only the death, the blood of Christ that can cleanse us. യേശുക്രിസ്തുവിന്റെ പുണ്യ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ കഴുകി നിർമ്മലീകരിക്കാൻ It's very കഴിയൂ. important to understand that. അത് മനസ്സിലാക്കേണ്ടത് പരമപ്രധാനമായ കാര്യമാണ്. It's a free gift. ദൈവത്തിന്റെ സൗജന്യമായ ദൈവത്തിന്റെ ദാനമാണ് ശരിക്ക് പാപമോചനം. Because God doesn't force anybody, you don't get that gift unless you receive it. ദൈവം ആരെയും നിർബന്ധിച്ച് ഇതാരുടെയും പക്കൽ നൽകാത്തതുകൊണ്ട് നാം അത് ഹൃദയം തുറന്ന് സ്വീകരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ഈ വിലപ്പെട്ട ദാനം നമ്മുടെ സ്വന്തമാകുകയുള്ളൂ. We need to understand that repentance and faith are not a work. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുതാപം, വിശ്വാസം എന്നീ കാര്യങ്ങള് നമ്മുടെ പ്രയത്നമല്ല, നമ്മുടെ അധ്വാനമല്ല. It's not that you have to do this work, then you get forgiveness of sins. നിങ്ങള് ഇന്ന നിലയിൽ അധ്വാനിച്ചാൽ, പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് പാപക്ഷമ കിട്ടും എന്ന് ഒരിക്കലും ഒരിടത്തും ദൈവം പറയുന്നില്ല. I'll give you an example. ഞാനൊരു ഉദാഹരണം പറയാം. Supposing he wants to give me this Bible as a gift. ഈ ബൈബിള് ഒരു ദാനമായിട്ട് ഞാന് സഹോദരന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെന്ന് വിചാരിക്കുക. I got my back to him. ഞാന് അവന് പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. There are two things I have to do to get that gift. ഈ ദാനമായ ബൈബിള് ഈ സഹോദരന് ലഭിക്കണമെന്ന് വരികയിൽ കുറഞ്ഞപക്ഷം അദ്ദേഹം 2 കാര്യമെങ്കിലും ചെയ്യണം. It's not a payment. അത് സൗജന്യമാണ്, ഞാൻ പണം കൊടുത്ത് വാങ്ങിക്കുന്നതല്ല. I have to turn around. That's repentance. ഞാൻ അത് സ്വീകരിക്കുവാൻ ഒന്നാമതായി ഞാൻ അവന് അഭിമുഖമായി തിരിയണം. അതാണ് അനുതാപം, I have to stretch out my hand and take. That's faith. എന്റെ അടുത്തേക്ക് നീട്ടപ്പെടുന്നതായിരിക്കുന്ന ഈ ദാനം സ്വീകരിക്കുവാൻ ഞാൻ എന്റെ കൈ നീട്ടി അത് വാങ്ങണം. അതാണ് വിശ്വാസം. That's simple. അത്ര ലളിതമാണ് പാപക്ഷമയും വീണ്ടും ജനനവും. Now you've understood repentance. അനുതാപം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. We are all born with our back towards God. God says, turn around. ദൈവത്തോട് പുറംതിരിഞ്ഞ നിലയിലാണ് നാം എല്ലാവരും പിറന്നു വീണത്. ദൈവം പറയുന്നത് എങ്കിലേക്ക് നിങ്ങൾ തിരിയുക. And faith is not believing something, it's taking something. വിശ്വാസമെന്ന് പറഞ്ഞാൽ ദൈവം അതിനെ ഇങ്ങനെയാണ് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ തലച്ചോറിൽ വിശ്വസിക്കുന്ന കാര്യമല്ല, കൈ നീട്ടി ദൈവം നൽകുന്നതിനെ സ്വീകരിക്കുന്നതാണ് വിശ്വാസം. Why can't the devils have faith, living faith? എന്തുകൊണ്ടാണ് പിശാചുക്കൾക്ക് ജീവനുള്ള വിശ്വാസം ഉണ്ടാകുക അസാധ്യമായിരിക്കുന്നത്? They won't turn around and face God and they won't take what God gives. ഇപ്പൊ പറഞ്ഞതുപോലെ അവർ ദൈവത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് അഭിമുഖമായി വന്ന് ദൈവം നൽകുന്നത് സ്വീകരിക്കുവാൻ അവർക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് അവർക്ക് ജീവനുള്ള വിശ്വാസമില്ലാത്തത്. That's why James says even the devils believe in their head. That means nothing.
യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ദൈവം ഏകനാണ് എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ പിശാചും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസം അവനെ രക്ഷിക്കുന്നില്ല. The same way for the gift of the Holy Spirit. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനം പ്രാപിക്കുവാനും നാം ദൈവത്തിന്റെ അടുക്കൽ ചെല്ലേണ്ടത്. The first time the gospel was preached, ഒന്നാമതായിട്ട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ട സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. Peter said in Acts 2:38, അപ്പോസ്തല പ്രവൃത്തികൾ 2:38 പത്രോസ് ഇങ്ങനെ പറഞ്ഞു, you can get forgiveness of sins and the gift of the Holy Spirit. നിങ്ങൾക്ക് പാപങ്ങളുടെ മോചനവും അതോടൊപ്പം പരിശുദ്ധാത്മാവെന്ന ദാനവും നിങ്ങൾക്ക് ലഭിക്കുവാൻ You കഴിയും. see, if I pay even 1 paisa for something, it's not a gift. ഒരു പൈസ എങ്കിലും ഞാൻ ഏതെങ്കിലും ഒന്നിനു വേണ്ടി കൊടുത്താൽ അത് സൗജന്യമാണ് എന്ന് പറയുവാൻ If കഴിയുകയില്ല. I have worked even 1 minute for something, it's not a gift. എന്തെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി ഞാൻ 1 മിനിറ്റെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സൗജന്യമാണെന്ന് പറയുവാൻ കഴിയുമോ? And the first time the gospel was preached in Acts 2:38, it's called the gift of the Holy Spirit. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തില് പത്രോസ് ആദ്യമായിട്ട് സുവിശേഷം ഓടി വന്നവരോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന്. Now listen, ശ്രദ്ധിക്കുക. many of you have not received the Holy Spirit. You know why? നിങ്ങൾ പലരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? Why are so many people in many religions not getting forgiveness of sins? വ്യത്യസ്ത മതസ്ഥരായിരിക്കുന്ന അനേകർക്ക്, ആയിരങ്ങൾക്ക് എന്തുകൊണ്ടാണ് പാപക്ഷമ ഇതുവരെ ലഭിക്കാത്തത്? They spend hundreds of thousands of rupees going on pilgrimages, putting money into their temple offering boxes or burning candles in some church. They don't get forgiveness of sins. ധാരാളം പണം വ്യയം ചെയ്ത് തീർത്ഥയാത്രകൾ നടത്തുകയും ദൈവത്തിനു വേണ്ടി വലിയ തുകകൾ കാണിക്ക അർപ്പിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടും അവർക്ക് പാപക്ഷമ ലഭിച്ചതിന്റെ ഒരു തൃപ്തിയില്ല. How is it you got forgiveness without a pilgrimage, without giving money and without any burning any candles? എന്നാൽ മെഴുകുതിരി കത്തിക്കാതെ തീർത്ഥയാത്രയ്ക്ക് പോകാതെ കാണിക്ക അർപ്പിക്കാതെ നിങ്ങൾക്ക് നമ്മിൽ പലർക്കും എങ്ങനെയാണ് പാപക്ഷമ ലഭിച്ചത്? Because you know it was a gift and you took it. അതൊരു ദാനമാണ് എന്ന് നിങ്ങൾ അറിയുകയും അത് വിശ്വാസത്താൽ നിങ്ങൾ സ്വീകരിക്കുകയും But when it ചെയ്തതുകൊണ്ടാണ്. comes to the Holy Spirit, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ you don't believe it's a gift. അതൊരു ദാനമാണ് എന്ന് ദൈവം പറയുന്നെങ്കിലും So, നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. You work and you do this and you fast and you pray and you keep doing it. I remember one brother telling me after 40 years of doing it, he says, I haven't got the Holy Spirit. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, 40 വർഷം സഹോദര അന്വേഷിച്ചു, പ്രാർത്ഥിച്ചു, ബുദ്ധിമുട്ടി, എനിക്കിതുവരെ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ലഭിക്കാത്തത്? ദൈവത്തിന്റെ ഒരു ദാനമാണ് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. You can fast and pray for the next 40 years, you still won't get it. അടുത്തൊരു 40 വർഷത്തേക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഉപവാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മ ദാനം ലഭിക്കണമെന്നില്ല. When God offers you a gift, ദൈവം നിനക്ക് സൗജന്യമായി ഒന്ന് വെച്ച് നീട്ടുമ്പോൾ, just like I took forgiveness of sins, പാപക്ഷമ ഞാൻ പ്രാപിച്ച അതേ വിധത്തിൽ I turned my back to what I was facing before. ഞാൻ നേരത്തെ ഏത് ദിശ അഭിമുഖീകരിച്ചു അതിന് നേരെ എതിരായിട്ട് തിരിയണം. Say, thank കൈ you, Lord. നീട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ദാനവും ഞാൻ സ്വീകരിക്കണം. That's all you got to do. ദൈവത്തിന്റെ ആത്മാവെന്ന ദാനം ലഭിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് People say, ഇത്രമാത്രം. weren't they waiting or tarrying for 10 days? എന്നാൽ അനേകർ പറയാറുണ്ട്, ദൈവവചനത്തില് ആദ്യ ശിഷ്യന്മാർ 10 ദിവസം കാത്തിരുന്നതിനെ കുറിച്ച് കാണുന്നുണ്ടല്ലോ. That's because the Holy Spirit had not been sent to the earth at all. അതിന്റെ കാരണം യേശു വാഗ്ദത്തം ചെയ്ത പിതാവിൽ നിന്ന് വാങ്ങിച്ച് അയച്ചതായ പരിശുദ്ധാത്മാവ് അതുവരെ ഭൂമിയിൽ വന്നിരുന്നില്ല. Why 10 days? They waited 4,000 years after the seed of the woman was promised in Genesis 3 for Jesus to come. 10 ദിവസത്തിന്റെ കാത്തിരിപ്പിന്റെ കാര്യമാണോ നാം ഇപ്പൊ പറയുന്നത്? എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വാഗ്ദത്തം ചെയ്ത സ്ത്രീയുടെ സന്തതി, ശത്രുവിന്റെ തല തീർക്കേണ്ട സ്ത്രീയുടെ സന്തതി വരുവാൻ 4000 സംവത്സരങ്ങള് മനുഷ്യന് കാത്തിരിക്കേണ്ടി വന്നു. If on the basis of that I tell people you got to wait 4,000 years to receive Christ now, അതിന്റെ അടിസ്ഥാനത്തില് രക്ഷകൻ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവന് ഭൂമിയിൽ പിറക്കുവാൻ 4000 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങളും പാപക്ഷമയ്ക്ക് വേണ്ടി 4000 വർഷം കാത്തിരിക്കണമെന്ന് ഞാൻ ഒരു പുതിയ ഉപദേശം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? you say that's stupid, he's already come. Why do you have to wait now? നിങ്ങൾ പറയും, രക്ഷകൻ വന്നു കഴിഞ്ഞു,
ഇനിയും അവന്റെ പിറവിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ പറയും. Israel waited 1500 years, I know that. ഇസ്രായേൽ 1500 സംവത്സരം കാത്തിരുന്നു എന്നുള്ളത് ശരിയാണ്. But I don't have to wait now. He's already come, the second person of the Trinity. എന്നാൽ തൃത്വത്തിലെ രണ്ടാമൻ രക്ഷകനായി ജഡമെടുത്ത് ഭൂമിയിൽ വന്നു കഴിഞ്ഞു. ഇനിയും അവന്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. And the same with the third person of the Trinity. തൃത്വത്തിലെ മൂന്നാമന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. The early apostles, they had to wait, sure, 10 days. ആ വാഗ്ദത്തം മാത്രം ലഭിച്ചിരുന്ന ആദ്യ അപ്പോസ്തലന്മാർക്ക് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. Let me tell you something. ഞാൻ നിങ്ങളോട് ഒരു കാര്യം വ്യക്തമായി There is only one tarrying meeting that God ever sanctioned, and that was before the day of Pentecost. ദൈവം അനുവദിച്ച് അനുവാദം നൽകിയ ഒരു കാത്തിരിപ്പ് യോഗമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പെന്തക്കോസ്ത് നാളിന് മുൻപ് അവർ കാത്തിരുന്ന ആ Every കാത്തിരിപ്പ്. other tarrying meeting is man's idea. മറ്റെല്ലാ കാത്തിരിപ്പ് പ്രാർത്ഥനാ യോഗങ്ങളും മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമാണ്. But because we have a tremendous pride that we will not receive anything free, you say, no, I'm going to do something, then I'll get it. നമ്മുടെയൊക്കെ ജഡത്തില് തികച്ചും സൗജന്യമായി എന്തെങ്കിലും വാങ്ങിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു ദുരഭിമാനമുള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലും നാം നിർബന്ധം പിടിക്കുകയാണ്. കാത്തിരുന്ന് കുറെ നേരം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാനിത് സ്വീകരിക്കുകയുള്ളെന്ന്. It was like that with me. എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. I prayed, I fasted, I thought one day I will deserve it. ഞാനും പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, എന്റെ ജീവിതത്തെ ക്രമീകരിച്ചു. എന്റെ ചിന്ത അങ്ങനെയൊക്കെ ചെയ്ത് ഒരു ദിവസം ഈ പരിശുദ്ധ ആത്മാവിനെ ലഭിക്കാൻ ഞാൻ യോഗ്യനായി തീരുമാനം. One day one brother told me. ഒരു ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഒരൊറ്റ വാചകമേ പറഞ്ഞുള്ളൂ. He said, Zach, it is unthinkable that God will call you to serve Him and then refuse to give you His power. അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര സാക്ക്, ദൈവം തന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി നിന്നെ വിളിച്ചതിന് ശേഷം തന്റെ പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകാതിരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. I said, that's right. അത് കേട്ടപ്പോൾ തന്നെ ഞാന് ആമേൻ പറഞ്ഞു. ശരിയാണല്ലോ കർത്താവേ. I knelt down and prayed for 1 minute. Thank you, Lord, for hearing my prayer. ആ സഹോദരന്റെ വാക്കുകൾ എന്റെ ഉള്ളിൽ യാഥാർത്ഥ്യബോധമുള്ളവാക്കി. ഞാന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി 1 മിനിറ്റ് പ്രാർത്ഥിച്ചേ ഉള്ളൂ. കർത്താവിന്റെ ദാനത്തിനായി ഞാൻ നന്ദി I പറയുകയായിരുന്നു. received the power of the Holy Spirit. My whole life was changed. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ വന്നു. എന്റെ മുഴു ജീവിതവും രൂപാന്തരപ്പെട്ട ദിവസം. And I'll tell you something. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. I was so discouraged before that. അതിനു മുൻപ് ഞാന് വളരെയധികം നിരുത്സാഹത്തിലായിരുന്നു. I backslidden so much. ഞാൻ വളരെ പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയിരുന്നു. ആരും അറിഞ്ഞിരുന്നില്ല. അകത്ത് ഞാൻ പിന്മാറ്റക്കാരനായിരുന്നു. If I were to draw a graph of my life, including my unconverted life, ഞാന് കർത്താവിനെ അറിയാതെ നടന്ന നാളുകൾ ഉൾപ്പെടെയുള്ള എന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ, it was at the lowest point ever that God gave me the Holy Spirit. എന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ ഏറ്റവും താഴത്തെ അവസ്ഥ, നെല്ലിപ്പലക ഉണ്ടായ ആ സമയമായിരുന്നു പരിശുദ്ധാത്മാവ് ഞാൻ പ്രാപിച്ചത്. To teach me one thing. ഒരു കാര്യം ഇതിലൂടെ ദൈവം എന്നെ പഠിപ്പിച്ചു. I don't give the Holy Spirit to those who deserve it. അത് അർഹിക്കുന്നുവെന്ന് തോന്നുന്നവർക്ക് ഞാൻ നൽകുന്നതല്ല പരിശുദ്ധാത്മാവെന്നാണ് ദൈവം എന്നോട് I don't പറഞ്ഞത്. give the Holy Spirit because people are good. മനുഷ്യര് നല്ലവരായതുകൊണ്ടല്ല ഞാൻ ആത്മാവിനെ നൽകുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. I don't give the Holy Spirit to those who work and pray and try to pay me for it. ജീവിതത്തിൽ അധ്വാനിച്ച് അതിനൊരു വില എനിക്ക് നൽകുവാൻ താല്പര്യമുള്ളവർക്ക് നൽകാനുള്ളതല്ല എന്റെ പരിശുദ്ധാത്മാവ്. There was one magician called Simon in Acts 8 who gave money to Peter saying, give me this Holy Spirit. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ 8-ാം അധ്യായത്തില് ശിമോൻ എന്നു പേരുള്ള ഒരു ആഭിചാരക്കാരനെ നാം കാണുന്നുണ്ട്. അവൻ ദൈവത്തിന്റെ ഈ വിലയേറിയ ദാനം ദ്രവ്യം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുവാൻ ആഗ്രഹിച്ചവനാണ്. Peter said, you're in the bondage of sin, you'll never get it. പത്രോസ് അവനോട് പറഞ്ഞു, നീ പാപത്തിന്റെ ചതിയിലാണ്, കെട്ടിലാണ്, നിന്റെ പണം നിന്നോടൊപ്പം നശിച്ചു പോകും. Because you thought you could pay to get the gift of God. Acts 8:20. പത്രോസ് അപ്പോസ്തലപ്രവൃത്തി 8:20 നാം വായിക്കുന്നത് എങ്ങനെയാണ്? നീ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങിക്കാം എന്ന്. You will never get it.
അതുകൊണ്ട് ഇത് നിനക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുക. You'll never get the Holy Spirit. നിനക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിയുകയില്ല ഈ മനോഭാവത്തിൽ. I say the words of Peter to many, many Christians. പത്രോസ് പറഞ്ഞ അതേ വാക്കുകളെ ഞാൻ അനേക ക്രിസ്ത്യാനികളോട് പല സമയത്തായി ഉദ്ധരിച്ചു. You thought you could pay something to get the gift of the Holy Spirit. You'll never get it in your whole life. പരിശുദ്ധാത്മദാനം എന്തെങ്കിലും പ്രതിഫലം കൊടുത്ത് നിങ്ങൾക്ക് കൈവശമാക്കാമെന്ന് നിങ്ങൾ അല്പമെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കാത്തിരുന്നാലും നിങ്ങൾക്ക് ഈ ദൈവത്തിന്റെ ദാനം ലഭിക്കുകയില്ല. It's too precious to buy. അത് വില കൊടുത്ത് വാങ്ങിക്കുവാൻ കഴിയുന്നതിനപ്പുറം അത്ര അമൂല്യമാണ് പരിശുദ്ധാത്മദാനം. Like the forgiveness of sins. പാപക്ഷമ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും വില കൊടുത്ത് തീർക്കാൻ കഴിയാത്തതായതുകൊണ്ട് സൗജന്യമായിരിക്കുന്നത്. And when I see a brother boasting that he is baptized in the Holy Spirit, ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു എന്ന് ഏതെങ്കിലും ഒരു സഹോദരന് പൊങ്ങച്ചം അഭിമാനത്തോടെ പറയുന്നത് not കേൾക്കുമ്പോൾ, testifying to it, but boasting about it. ആ വസ്തുതയ്ക്ക് സാക്ഷ്യം പറയുകയല്ല, മറിച്ച് അവൻ പ്രശംസയായിട്ട് തന്റെ എന്തോ സിദ്ധി കൊണ്ട് ലഭിച്ചതുപോലെ പറയുമ്പോൾ, I seriously question whether he's really got the Holy Spirit. എന്റെ മനസ്സിൽ ന്യായമായ സംശയം ഉണ്ടാകാറുണ്ട്, ഈ സഹോദരൻ പരിശുദ്ധാത്മസ്നാനം തന്നെയാണോ Even പ്രാപിച്ചത്? if you receive the Holy Spirit with his boasting, I know he'll lose it pretty soon. അവൻ പ്രാപിച്ചത് ശരിയായ നിലയിലുള്ള ആത്മസ്നാനമാണെങ്കിൽ തന്നെയും ഈ പുകഴുന്ന പ്രശംസിക്കുന്ന ആത്മാവിനാൽ അവൻ എത്രയും വേഗം ദൈവത്തിന്റെ ദാനം നഷ്ടമാകുവാൻ It's സാധ്യതയുണ്ട്. like boasting. അത് I did this, and I got the forgiveness of my sins. ഞാൻ ഇന്ന നിലയിൽ സൽപ്രവൃത്തികൾ ചെയ്തു, നല്ല മനുഷ്യനായി, അതുകൊണ്ട് എനിക്ക് പാപക്ഷമ ലഭിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. Would you think that such a person is really born again? അങ്ങനെയുള്ള ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവനാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. This guy hasn't understood. ഈ വ്യക്തിക്ക് അതിന്റെ രഹസ്യം I don't know മനസ്സിലായിട്ടില്ല. what he got, but he didn't get forgiveness from Jesus, that's for sure. ആ വ്യക്തിക്ക് എന്താ ലഭിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ യേശുവിൽ നിന്നുള്ളതായ ആ സൗജന്യമായ പാപക്ഷമ അവന് കിട്ടിയിട്ടില്ല. I hope this message will liberate you. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ വാക്കുകൾ നിങ്ങളിൽ പലരെയും സ്വതന്ത്രരാക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. Sometime when you're alone, നിങ്ങൾ തനിയായിരിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ find some lonely place. നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലം കണ്ടെത്തുക. Maybe when you are alone in your going to bed or something. നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ തനിയെയാണ് മുറിയിലെങ്കിൽ നിങ്ങൾ തനിയായിരിക്കുന്ന സമയത്ത് All of us can find some lonely place. നമ്മൾ താല്പര്യപ്പെട്ടാൽ എത്ര പരിമിതികൾ ഉള്ളവർക്കും ഒരു ഏകാന്ത സ്ഥലം, അല്പം ഏകാന്ത നിമിഷങ്ങൾ കണ്ടെത്തുവാൻ If you കഴിയും. don't have a bedroom, you've at least got a toilet in your house. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മാത്രം സ്വകാര്യമായ ഒരു കിടപ്പുമുറി ഇല്ലെന്ന് വിചാരിക്കുക. എങ്കിലും നിങ്ങൾക്ക് ഒരു ബാത്റൂമോ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിന്റെ ഏകാന്തതയെങ്കിലും നിങ്ങൾക്ക് Some ലഭിക്കുകയില്ലേ? place where you can be alone. നിങ്ങൾക്ക് മാത്രം തനിയായിരിക്കാൻ കഴിയുന്ന ഒരിടം. Kneel down അവിടെ നിങ്ങൾ മുഴങ്കാലിന്മേൽ and നിൽക്കുക. say, Lord, I give up my struggling. കർത്താവേ, നിന്റെ ആത്മാവിന് വേണ്ടിയുള്ള പോരാട്ടം, അധ്വാനം ഞാൻ ഇവിടെ I അവസാനിപ്പിക്കുന്നു. stop right now trying to pay for this gift. ദൈവത്തിന്റെ അങ്ങയുടെ ഈ വിലപ്പെട്ട ദാനത്തിനായി എന്തെങ്കിലും തിരിച്ച് നൽകുവാനുള്ള എന്റെ സകല പരിശ്രമവും ഞാൻ ഇവിടെ I അവസാനിപ്പിക്കുന്നു. don't have to tarry or wait because I'm not living before the day of Pentecost. ഞാൻ പെന്തക്കോസ്ത് നാളിന് ശേഷം ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇനി അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ അറിയുന്നു. I come in simple faith. വളരെ ലളിതമായിരിക്കുന്ന ശിശുസഹജമായ വിശ്വാസത്തോടെ ഞാൻ അവിടുത്തെ സിംഹാസനത്തിന് അടുത്ത് വരുന്നു. Open my heart and I receive. ഞാൻ എന്റെ ഹൃദയം തുറന്ന് ഈ ദൈവത്തിന്റെ ദാനം സ്വീകരിക്കുക മാത്രം ചെയ്താൽ മതി. Wonderful Holy Spirit to come and fill my heart. അത്ഭുതകരമായിരിക്കുന്ന അത്ഭുതവാനായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് വിശ്വസിക്കുന്ന എന്റെ ജീവിതത്തിൽ നിറയ്ക്കും. I don't deserve him. I will never deserve him even in 100 years. അങ്ങനെ ഞാൻ സ്വീകരിക്കുമ്പോൾ ഒട്ടും തന്നെ ഞാൻ ആ ദാനം സ്വീകരിപ്പാൻ അർഹനല്ല. ഇനി ഒരു 100 വർഷം ജീവിച്ചിരുന്നാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഞാൻ ഒരിക്കലും യോഗ്യനാകുകയുമില്ല. I'm not better than anybody else. മറ്റാരേക്കാളും ഞാൻ മെച്ചമല്ല കർത്താവേ. I'm a sinner whose heart has been cleansed in the blood of Jesus. യേശുക്രിസ്തുവിന്റെ പുണ്യരക്തം കൊണ്ട് ഹൃദയം കഴുകപ്പെട്ട ഒരു പാപി മാത്രമാണ് ഞാൻ. So I open my heart and I give all of my life to you. എന്റെ ഹൃദയം ഞാൻ തുറക്കുന്ന കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ എന്നെ തന്നെ മുഴുവനായി ഞാൻ അങ്ങേക്ക് If there നൽകുന്നു. is anything I have not yielded, show me. ഏതെങ്കിലും മേഖലയിൽ എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക്
വിധേയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ See, ദയവ് ചെയ്ത് എനിക്കതിന് വെളിച്ചം തരിക. when he wants to give me this gift, ഈ ദൈവവചനം, ഈ പുസ്തകം ഞാൻ സഹോദരന് കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ my hand is already full of a lot of rubbish. I can't take it. എന്റെ കൈകളിൽ ഞാൻ കുറെ ചപ്പ് ചവറും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഈ വിശുദ്ധ വേദപുസ്തകം സ്വീകരിപ്പാൻ So if കഴിയില്ല. there is a tarrying, the tarrying is only for me to get rid of the rubbish in my heart, in my hand, that's all. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാത്തിരിപ്പ് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ കൈകൾ ശുദ്ധമാക്കുവാൻ, നിങ്ങളുടെ ഹൃദയം കഴുകുവാൻ, ഏറ്റുപറയുവാനുള്ള സമയം മാത്രമേ അതിനെടുക്കേണ്ട That ആവശ്യമുള്ളൂ. you can tarry 30 seconds or you can tarry 30 years. That's up to you. അതിനുവേണ്ടി 30 സെക്കൻഡ് മതിയാകും. ഇനി 30 വർഷം കാത്തിരിക്കണം നിങ്ങൾക്ക് ഏറ്റുപറയുവാനും അനുഭവിക്കുവാനുമെങ്കിൽ 30 വർഷം എടുത്തോ, എനിക്കതിന് വിരോധമില്ല. This little rubbish here, shall I throw it away or not? അത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന പോലെയാണ്, ബൈബിള് വെച്ച് നീട്ടുകയാണ്. വിശുദ്ധ ഗ്രന്ഥം സ്വീകരിക്കാനായിട്ട് എന്റെ കയ്യിൽ മുഴുവന് ചെളിയും ചപ്പും ചവറുമാണ്. എന്റെ ഈ ഇടത്തു കൈയിലുള്ളതായിരിക്കുന്ന ഈ ചെറിയ മാലിന്യം ഇത് എടുത്ത് കളയണോ വേണ്ടയോ? I take about 6 months and then throw it away. 6 മാസം ചിന്തിച്ച് ധ്യാനിച്ച് അവസാനം ആ ചെറിയ ഒരു അഴുക്ക് ഞാൻ എടുത്തു കളയുന്നു. And this approval of my friends it's very important for me. വേറെ ഒരു ചവറ് ഞാൻ ഇങ്ങനെ കുറെ നാളായി കൊണ്ട് നടക്കുന്നുണ്ട്. എന്റെ സ്നേഹിതന്മാരുടെ ഒക്കെ അംഗീകാരം, അതെടുത്ത് കളയണോ വേണ്ടായോ? Yeah, after 4-5 years I say. ഒരു 4-5 വർഷം പരിഗണിച്ച് ആലോചിച്ചതിന് ശേഷം തീരുമാനിച്ചു, വേണ്ട, എടുത്ത് കളഞ്ഞേക്കാം. Of course you'll have to tarry. I don't know how long you'll have to tarry, but you have to tarry. ഇങ്ങനെയാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നിങ്ങൾ തുടങ്ങുന്നതെന്ന് വരികിൽ 30 കൊല്ലം മതിയാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But some guy who was converted yesterday, he chucks it all out and he receives immediately. Why is that? എന്നാൽ ഇന്നലെ കൃപയാൽ പാപക്ഷമ ലഭിച്ച ഒരു വ്യക്തി, ഒരു സഹോദരൻ, ഒരു സഹോദരി നിമിഷങ്ങൾ കൊണ്ട് അവന്റെ കൈകൾ വെടിപ്പാക്കുന്നു. അവന് ദൈവത്തിന്റെ ദാനം വിശ്വാസത്താൽ And you were converted 20 years ago and you're still waiting. എന്നാൽ 20 വർഷം മുൻപ് വീണ്ടും ജനിച്ച നീ ഇപ്പോഴും ദൈവത്തിന്റെ ദാനത്തിനായി കാത്തിരിക്കുന്നതേ ഉള്ളൂ. Don't wait anymore. ഇനി നീ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാത്തിരിപ്പിന് വിരാമം വരട്ടെ. You're missing something, holding on to all that rubbish. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കൈകളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിച്ചെറിയുക. ദൈവത്തിന്റെ തേജസ്സേറിയ അനുഗ്രഹിക്കപ്പെട്ട ദാനമാണ് നീ നഷ്ടമാക്കുന്നത്. Lord Jesus, I receive. നമുക്ക് പറയുവാൻ കഴിയട്ടെ, കർത്താവായ യേശുവേ, അങ്ങ് വാഗ്ദത്തം ചെയ്ത വലിയ ഈ ദാനം ഞാൻ വിശ്വാസത്താൽ. If somebody comes and gives you a gift on your birthday, നിങ്ങളുടെ ജന്മദിവസത്തിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് നിങ്ങൾക്കൊരു ദാനം നൽകിയാൽ, and gives you a birthday card, ഒരു ബർത്ത്ഡേ കാർഡ് നിങ്ങൾക്ക് തരുന്നെന്ന് വിചാരിക്കുക. cost about 5 rupees. ഒരു 5 രൂപ വിലയുള്ള ഒരു കാർഡ് തന്നെന്ന് വിചാരിക്കുക. Thank you very much. നമ്മൾ എന്ത് പറയും? വളരെ നന്ദി. But supposing somebody comes on your birthday and gives you a gift with an envelope. എന്നാൽ നിങ്ങളുടെ ജന്മദിവസത്തിൽ വേറൊരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരു കവർ തരികയാണ്, ഒട്ടിച്ച ഒരു കവർ. You open it. ആ കവർ നിങ്ങൾ തുറന്ന് നോക്കുമ്പം It's a sale deed for a 5-bedroom house as a gift for you in Kottayam. കോട്ടയത്ത് ഒരു 5 ബെഡ്റൂം ഉള്ളതായിരിക്കുന്ന വളരെ മനോഹരമായിരിക്കുന്ന ഒരു വീടിന്റെ ആധാരമാണ് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. What will you say? അപ്പൊ നിങ്ങൾ എന്തോ പറയും ഈ തന്ന ആളിനോട്? There's a common expression in English. ഇംഗ്ലീഷിൽ ഒരു സാധാരണയായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. Oh, brother, I have no words to thank you. ആ വ്യക്തിയോട് ഇത് തുറന്ന് നോക്കി ഇത് കണ്ട് കണ്ണുമിഴിച്ച് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, എനിക്ക് വാക്കുകളില്ല നിന്നോട് നന്ദി പറയാൻ. Say, Lord, you give me the Holy Spirit. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിച്ചു കഴിയുമ്പോ പറയും, കർത്താവേ, നാവില്ല നിനക്ക് നന്ദി പറയുവാൻ. The Lord says, I'll give you the words. കർത്താവ് ആ സമയം നിന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുമ്പോൾ കർത്താവ് പറയും, നിന്റെ ഭാഷ, നിന്റെ വാക്കുകൾ പരിമിതമാണെന്ന് നീ കാണുന്നില്ലേ? നന്ദി പറയാൻ ഞാൻ നിനക്ക് വാക്കുകളും ഭാഷയും തരാം. That's how we speak in tongues. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നാം അന്യഭാഷകൾ. That's how I did. എന്റെ കാര്യത്തിൽ I was absolutely amazed that God would so simply give this to an undeserving wretch like me. ഒരു കാലത്തും അർഹതയില്ലാത്ത എന്നെ പോലെയുള്ള അരിഷ്ട പാപിക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ഈ വിലപ്പെട്ട മുത്ത് എനിക്ക് നൽകും എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അത് ലഭിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവന് നന്ദി പറയേണ്ടു? I said, thank you, Lord, but I found myself speaking in tongues. എന്നാൽ നന്ദി പറയാനാണ് എന്റെ ഹൃദയം തുടിച്ചത്.
നന്ദി ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞപ്പം ഞാൻ അറിയാതെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ മറ്റു ഇംഗ്ലീഷിലും മലയാളത്തിലൊന്നുമല്ല, മറ്റു ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. I was surprised. എനിക്ക് തന്നെ ആശ്ചര്യം തോന്നുമാ. Now you see, because this is a strange experience for us, sometimes we hesitate to do it in public. ഇത് നമുക്ക് ഒരു അപരിചിതമായിരിക്കുന്ന അനുഭവമായതുകൊണ്ട് മിക്കവരും പരസ്യമായിട്ട് ഈ ഭാഷയിൽ സംസാരിക്കാനായിട്ട് മടിക്കും. That's why I say, get alone somewhere. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, All alone. എവിടെയെങ്കിലും ഒരു ഏകാന്ത സ്ഥലത്ത് നിങ്ങൾ തനിയെ ആയിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് Just പ്രാർത്ഥിക്കുക. you and Jesus. യേശുവും നിങ്ങൾ മാത്രം And ആയിരിക്കുന്ന after you ഒരിടം. receive in simple faith, നിങ്ങൾ എത്രയും ലളിതമായ വിശ്വാസത്താൽ കർത്താവിന്റെ ദാനം നിങ്ങൾ സ്വീകരിച്ചതിന് ശേഷം, after to the best of your knowledge you have emptied your hand of everything you know, നിങ്ങൾക്ക് ബോധ്യമുള്ളിടത്തോളം നിങ്ങളുടെ കരങ്ങൾ സംശുദ്ധമാണ്, നിങ്ങളുടെ ഹൃദയം നിർമ്മലമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം, and you've given up all the things you're clinging on to. നിങ്ങൾ അതുവരെയും മുറുകെ പിടിച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന ഈഹലോകത്തിലെ എല്ലാ കാര്യങ്ങളുടെ മേലുള്ള പിടി വിട്ടതിനു Lord, ശേഷം, my interest in my business and my friends and this and that, it's all God's. കർത്താവേ, My hands are empty. ലോകത്തിലുള്ളതായിരിക്കുന്ന എന്റെ സ്നേഹിതരിലോ എന്റെ ബിസിനസ്സിലോ എന്റെ ജീവിതത്തിലോ മറ്റേതിലുമുള്ള താല്പര്യം ഞാൻ വിട്ടുകളയും. Thank you. കർത്താവേ, നന്ദി. It's only a moment. അതിന് ചില നിമിഷങ്ങൾ മതി. You don't wait for any feeling. എന്തെങ്കിലും പ്രത്യേക വൈകാരിക അനുഭൂതിക്ക് വേണ്ടി ഒന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട. God's word. ദൈവത്തിന്റെ വചനം മാത്രമായിരിക്കണം And നിങ്ങളുടെ then അവസ്ഥ. say, Lord, I don't have words to thank you. ആ സമയത്ത് ഹൃദയത്തിൽ നിന്ന് പറയുക കർത്താവിനോട്, കർത്താവേ, ഈ ദാനത്തിന് വേണ്ടി നന്ദി പറയുവാൻ എനിക്ക് വാക്കുകൾ, But I want to thank you. എന്നാൽ നിന്നോട് എന്നും നന്ദിയുള്ളവരായിരിക്കാൻ, നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Whatever fills up in your heart, speak it out to God. ആ നിമിഷങ്ങളില് നിന്റെ ഉള്ളിൽ നിറഞ്ഞു വരുന്നത് എന്താണോ അത് മടി കൂടാതെ വായി തുറന്ന് നിന്റെ അധരം കൊണ്ട് സംസാരിക്കുക. Nobody is listening to you, only Jesus. He understands everything you're saying. ആരെങ്കിലും നിന്നെ കേൾക്കുന്നു എന്ന് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നീയും കർത്താവ് മാത്രമുള്ള ഇടമാണ്, സന്ദർഭമാണ്. വായി തുറന്ന് സംസാരിക്കുക. You won't understand yourself, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പറയുന്നത് മനസ്സിലാകുകയില്ല. but you'll find you're edified. എന്നാൽ നിങ്ങൾക്ക് ആത്മീക വർധന, കർത്താവിനോടുള്ള അടുപ്പം, കൂട്ടായ്മ, സ്നേഹത്തിന്റെ ഊഷ്മളത ഇത് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾ അനുഭവിക്കും. Tongues is not the most important gift. എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ള ആ ഭാഗമല്ല ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. I would rather have the gift of prophecy, of preaching God's word. അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ ദൈവം എന്നോട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പ്രവചനാത്മാവിൽ സംസാരിക്കുന്നത് എനിക്ക് വേണമെന്നാണ് ഞാൻ എപ്പോഴും ആവശ്യപ്പെടുന്നത്. എന്നാൽ the gift of tongues has delivered me from being discouraged for 34 years. കഴിഞ്ഞ 34 വർഷങ്ങളായി നിരുത്സാഹത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിച്ചത് കർത്താവിന്റെ ഈ നല്ല വരമാണ്, അന്യഭാഷയുടെ I വരമാണ്. can stand before God as my witness and I say I never get discouraged. ദൈവത്തെ സാക്ഷിയാക്കി എനിക്ക് ഇവിടെ നിന്ന് ഇന്ന് പറയുവാൻ കഴിയും, കർത്താവ് എന്നെ തന്റെ ആത്മാവിനാൽ നിറച്ചതിനു ശേഷം ഒരൊറ്റ ദിവസം പോലും നിരുത്സാഹത്തിലെ നിരാശയിൽ എനിക്ക് ജീവിക്കേണ്ടി വന്നിട്ടില്ല. I am tempted to be discouraged because so many things go wrong. നിരാശപ്പെടുവാനായി കാര്യങ്ങളൊക്കെ കുഴയുമ്പോൾ നിരാശപ്പെടുവാൻ ശക്തമായി ഞാൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും I say, Lord, പരീക്ഷിക്കപ്പെടുന്നു. you're on the throne. എന്നാൽ ആ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഏറ്റുപറയും, കർത്താവേ, അവിടുന്ന് You're in സിംഹാസനസ്ഥനാണ്, control of the universe. അവിടുന്ന് പ്രപഞ്ചത്തെ മുഴുവൻ അവിടുത്തെ ശക്തിയുടെ വചനത്താൽ നിയന്ത്രിക്കുന്നവനാണ്. സാത്താൻ അങ്ങയുടെ കാൽക്കീഴിലാണ്. My sins are forgiven. എന്റെ പാപങ്ങൾ Satan ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. was defeated on the cross. ക്രൂശിൽ സാത്താൻ I'm a തോൽപ്പിക്കപ്പെട്ടു. child of God. ഞാൻ ദൈവത്തിന്റെ മകനാണ്. All things are working together for my good. എല്ലാം എന്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. I'm just doing what Jesus did, quote the word of God to the devil, that's all. യേശു ചെയ്ത് തന്നെ ആ സമയത്ത് ഞാൻ ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം നിരുത്സാഹത്തിന്റെ പരീക്ഷയുടെ നടുവില് And ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. then I keep on speaking in tongues until the temptation is gone. നിരുത്സാഹപ്പെടുവാനുള്ളതായിരിക്കുന്ന ആ ശക്തമായ പരീക്ഷ നീങ്ങിപ്പോകുന്നവരെയും കർത്താവിന് So- ഈ നിലയിൽ ദൈവത്തിനെ ഉദ്ധരിച്ച് അവന്റെ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ എന്റെ നിരുത്സാഹം വേഗത്തിൽ മാറിപ്പോകുന്നു. When I say I'm not discouraged, I'm not saying I'm not tempted to be discouraged. ഞാൻ പറഞ്ഞത് നിങ്ങളെ തെറ്റിദ്ധരിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഞാന് നിരുത്സാഹപ്പെടുവാൻ പരീക്ഷിക്കപ്പെടുന്നില്ല എന്നല്ല പറഞ്ഞത്. നിരുത്സാഹപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ എനിക്ക് അതിനുശേഷം ഉണ്ടായിട്ടില്ല. I think in serving the Lord, I face that temptation more than all of you. കർത്താവിനെ
നിരന്തരമായി ദൈവ സഭയോടുള്ള ബന്ധം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളെക്കാൾ ഒക്കെ അധികം ആ പരീക്ഷ എനിക്കുണ്ടാകും. But I don't yield to it. എന്നാൽ ആ പരീക്ഷയ്ക്ക് ഞാൻ കീഴടങ്ങുന്നില്ല. It's one of the benefits of speaking in tongues. അന്യഭാഷയിൽ സംസാരിക്കുന്നതിന്റെ ഒരു പ്രയോജനമാണ് ഞാൻ പറഞ്ഞത്. It's a free gift. അത് ദൈവത്തിന്റെ സൗജന്യമായ You ദാനമാണ്. cannot pay for it. അതിന് നാം ഒരിക്കലും നമുക്ക് പണം കൊടുത്ത് But തീർക്കാൻ there are certain കഴിയില്ല. other things in the Christian life you have to pay for. എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിലെ മറ്റ് ചില കാര്യങ്ങളുണ്ട്, വിലയേറിയവയാണ്. എന്നാൽ അത് നാം വില കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ്. Matthew 13, മത്തായി സുവിശേഷം 13-ാം അധ്യായം verse 44. 44-ാം വാക്യം. The kingdom of heaven is like a field which a man found treasure hidden in it. He sold everything that he had in order to buy it. സ്വർഗരാജ്യം വയലിലൊളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്ക് ഉള്ളത് ഒക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. So there are two categories of things in the Christian life. ക്രിസ്തീയ ജീവിതത്തില് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ. Forgiveness of sins, gift of the Holy Spirit, absolutely free. പാപക്ഷമയും പരിശുദ്ധാത്മദാനവും തികച്ചും ദൈവത്തിൽ നിന്ന് സൗജന്യമായി നമുക്ക് And ലഭിക്കുന്നു. certain other things, you have to sell everything that you have. എന്നാൽ മറ്റ് ചില ദൈവിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്കുള്ള എല്ലാം വിറ്റ് നാം അത് And, സ്വന്തമാക്കണം. we Indian people are great bargainers. ഇന്ത്യക്കാരായ നമ്മള് വില പേശാൻ വളരെ സമർത്ഥരാണ്. Can you reduce the price? നമ്മൾ അറിയാതെ അങ്ങ് ചോദിച്ചു പോയി. നമ്മുടെ ഉള്ളിലുണ്ട്, വില കുറയത്തില്ല ശാലും കൂടെ. Not all that I have, maybe half. അങ്ങനെ ഉള്ള കച്ചവട മനോഭാവമുള്ള നമ്മൾ എന്താ പറയുന്നറിയോ? ഇങ്ങനെ ഒരു വചനം കേൾക്കുമ്പോ പറയും മുഴുവനും വേണമെന്നുള്ളത്. അങ്ങനെ തന്നെയാണോ? അത് ഒരു What about half, Lord? How much can I get if I give half? ഞാനൊരു പകുതി തന്നാൽ എനിക്കുള്ളതൊക്കെയും എന്ന് പറയുന്നു. പക്ഷെ ഞാൻ അതിന്റെ പകുതി തന്നാൽ എന്തുമാത്രം കിട്ടും? Nothing. അവിടെ ദൈവം പറയുന്നത് ഒന്നുകിൽ മുഴുവൻ, അല്ലെങ്കിൽ പിന്നെ What about, Lord, if I give 3/4? മുക്കാൽ ഭാഗം 75% നൽകിയാൽ എന്നാ കിട്ടും? The Lord says, don't bargain. കർത്താവ് പറയുന്നത്, Don't bargain with me. ദയവ് ചെയ്ത് എന്നോട് വില പേശല്ലേ. മുഴുവനും തരാൻ തയ്യാറാണെങ്കിൽ If you don't want these, തരാനുള്ളത് ഞാൻ തരാം. if you don't want these precious things, just remain with forgiveness of sins and the gift of the Holy Spirit. That's all. കർത്താവ് നമ്മോട് പറയുന്നത് ഇതാണ്, നിനക്ക് ഈ വിലപ്പെട്ട കാര്യങ്ങളൊക്കെ വേണമെന്ന് വരിയില് നിനക്കുള്ളതെല്ലാം നീ തന്നേ പറ്റൂ. ഇനി വേണ്ടായെങ്കിൽ കുഴപ്പമില്ല, പാപക്ഷമയും പരിശുദ്ധാത്മാവിന്റെ നിറവും അതുകൊണ്ട് നിനക്ക് ജീവിക്കാം. But if you want to partake of God's nature, എന്നാൽ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തോടെ നിനക്ക് പങ്കാളിത്തം വേണമെങ്കിൽ, where your whole life becomes Christ-like, നിങ്ങളുടെ മുഴുവൻ ജീവിതവും കർത്താവിനെ പോലെ ആയിത്തീരണമെങ്കിൽ, where you never have a bad mood anytime, ഒരു തെറ്റായിരിക്കുന്ന ഒരു മാനസിക നിലയില് നിനക്ക് ഒരു സമയത്തും ഇരിക്കേണ്ടി വരികയില്ല. where you rejoice in the Lord 24 hours, 24 മണിക്കൂർ 7 days a week, ആഴ്ചയിൽ 7 ദിവസം കർത്താവിൽ സന്തോഷിക്കുവാൻ നിനക്ക് കഴിയണമെങ്കിൽ, where you're free from anxiety, ആകുല ചിന്തയിൽ നിന്നും പരിപൂർണമായി വിടുവിക്കപ്പെടണമെങ്കിൽ, where your wife will see you in a good mood every day of the year, വർഷത്തിന്റെ എല്ലാ ദിവസവും നിന്റെ ഭാര്യയ്ക്ക് വളരെ സന്തുഷ്ടനായ ഒരു ഭർത്താവിനെ കണ്ടെത്തുവാൻ കഴിയണമെങ്കിൽ, your husband will see you in a good mood every day of the year. അതുപോലെ തന്നെ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ എല്ലാ ദിവസങ്ങളിലും നിങ്ങളെ നല്ല മനോഭാവത്തിൽ And the Lord will കാണുന്നു. use you to bless thousands of people, ആയിരക്കണക്കിന് വ്യക്തികളെ അനുഗ്രഹിക്കുവാനായി ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, and use you to build a church against which the gates of hell will never prevail. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ഒരു സഭയെ നീ ആയിരിക്കുന്നിടത്ത് പണിയുവാൻ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണമെങ്കിൽ, Then you have to pay a price. അതിന് നീ ഒരു വില കൊടുക്കേണ്ടതുണ്ട്. Otherwise, remain happy with forgiveness of sins, gift of the Holy Spirit, speak in tongues, and live like that forever. നിനക്ക് അതിനൊന്നും താല്പര്യമില്ലെന്ന് വരികില്, പാപക്ഷമ പ്രാപിച്ച നീ, പരിശുദ്ധാത്മസ്നാനം ദാനം ലഭിച്ച നീ ആ അവസ്ഥയിൽ തന്നെ അന്യഭാഷയും സംസാരിച്ച് തുടർന്നുകൊള്ളുക. There is no in between. There's no bargaining. There's no in between position. ഈ രണ്ട് അവസ്ഥകൾക്കിടയിലുള്ള ഒരു ഘട്ടം ഇല്ല എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കും. All that he has, നാം ഇവിടെ വായിച്ചത് തനിക്കുള്ളതൊക്കെ സന്തോഷത്തോടെ വിറ്റവനെ കുറിച്ചാണ് വായിക്കുന്നത്. another parable, just to repeat it so that we don't misunderstand. നമുക്ക് ഈ കാര്യത്തിൽ അവ്യക്തത ഒന്നും നിലനിൽക്കാതിരിക്കാൻ വേണ്ടി ഒരു ഉപമയുടെ കർത്താവ് It's like പറയുകയാണ്. verse 45 and 46, 45-46 വാക്യങ്ങളിലാണ് Matthew 13. മത്തായി 13-ാം അധ്യായത്തിന്റെ It's 45 like a man seeking for pearls, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് and he found it. അവൻ വലിയ Pearl of great മുത്ത് price. കണ്ടെത്തി. Again the phrase, all that he has. അവിടെയും ആവർത്തിക്കുകയാണ്, അവൻ തനിക്കുള്ളതൊക്കെയും വിറ്റത് That വാങ്ങി. was a great phrase with Jesus. യേശുവിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. No, that is a phrase Jesus used
യേശു കൂടെ കൂടെ ഉപയോഗിച്ചതായിരിക്കുന്ന ഒരു ശൈലി പദപ്രയോഗമാണത്. Luke 14:33. ലൂക്കോസ് 14:33 വാക്യം. Same thing. അതേ കാര്യം തന്നെയാണ് അവിടെയും പറയുന്നത്. No one can be my disciple who doesn't give up all that he has. നിങ്ങളിൽ ഒരുത്തൻ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. There's no bargaining here. അവിടെ വിലപേശലിന്റെ പ്രശ്നമേ ഇല്ല. There were people who tried to bargain. യേശുവിനോട് തന്നെ വിലപേശുവാൻ ശ്രമിച്ചവരുണ്ട്. We read about one man who said, to whom Jesus said in Luke 9:59, "Follow me." ലൂക്കോസ് 9 അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യനോട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്ക എന്ന്. He said, "Fine, but first let me go and bury my father." അവൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാൻ കർത്താവേ, 59. എന്നാൽ ആദ്യം പോയി എന്റെ അപ്പനെ കുഴിച്ചിടാൻ അനുവാദം തരണം. No, I think what he meant was, wait till my father dies and bury him, then my home responsibilities will be over, then I'll follow you. അവൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്. എന്റെ പിതാവ് വാർദ്ധക്യത്തിലാണ്, അവന്റെ മരണം വരെ അവനെ നോക്കാനായിട്ട് അവനോടൊപ്പം ഞാൻ ആയിരിക്കണം. അവന്റെ മരണശേഷം അടക്കം കഴിഞ്ഞ് ഞാൻ വന്ന് നിന്നെ അനുഗമിക്കാം. Jesus said no. യേശു പറഞ്ഞു, സാധ്യമല്ല. Let the dead bury the dead. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. Another man said in verse 61, "I'll follow you." 61 വാക്യത്തിൽ മറ്റൊരുവൻ അങ്ങോട്ട് ചെന്ന് യേശുവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാൻ But കർത്താവേ. first permit me to say goodbye to those at home. ഒന്നാമത്തെ ആള് പറഞ്ഞത്, എന്നാൽ അവൻ പറഞ്ഞത്, ഞാൻ ആദ്യം വീട്ടിലുള്ളവരോടൊന്ന് യാത്ര പറഞ്ഞിട്ട് വരാം. He said, "No, once you put your hand to the plow, you forget it." അതും കർത്താവ് അനുവദിക്കുന്നില്ല. യേശു പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. I think I would have allowed him, but not Jesus. എന്റെ ചിന്ത ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ആളിനെ ഞാനാണ് അനുവദിച്ചത്. എന്നെ വീട്ടിൽ പോയി ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് വരാൻ അനുവദിക്കാത്തവരാ. പക്ഷെ യേശു അതുപോലും അനുവദിക്കത്തില്ല. His demand was total. യേശു ആവശ്യപ്പെടുന്നത് സമ്പൂർണമായിരിക്കുന്ന ഒരു വിട്ടുപിരിയലാണ്. Once you've given up everything to follow me, I may one day allow you to go and say goodbye. That's another thing. യേശു ഇങ്ങനെയും നമ്മോട് പറയും, എന്റെ വാക്ക് കേട്ട് എല്ലാം വിട്ട് എന്നെ അനുഗമിക്കാൻ നീ തീരുമാനിച്ച് അനുഗമിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഒരു ദിവസം നിന്നെ വീട്ടിൽ പോയി യാത്ര പറയാനും അനുവദിച്ചെന്ന് വരാം. Once you give Isaac to me, I may give Isaac back to you. That's up to me. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പോലെ നിന്റെ പ്രിയപ്പെട്ട പുത്രനെ ഇസഹാക്കിനെ നീ എനിക്ക് യാഗപീഠത്തിൽ തന്നാൽ അവനെ ഞാൻ തിരിച്ചു തന്നെന്ന് വരാം. But if you use these words, എന്നാൽ നീ ഈ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ, in English it is very clear. Verse 61. ഇംഗ്ലീഷില് 61 വാക്യം വളരെ രസകരമാണ്. First permit me. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഒന്നാമത് എന്നെ അനുവദിക്കണം. Brother, forget it. അങ്ങനെ പറയുന്ന ഒരാളിനോട് കർത്താവ് പറയും, സഹോദര മറന്നേക്ക, ഈ അനുഗമിക്കുന്ന പരിപാടിയൊക്കെ വിട്ട്. Go and sit in the church and sing songs on Sunday. That's all you can do. നീ നിന്റെ സഭയിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഞായറാഴ്ച രാവിലെ പാട്ട് പാടിക്കോ എല്ലാവരുടെയും കൂടെ. You're not going to be my disciple. നീ എന്റെ ശിഷ്യനായിരിക്കാൻ പോകുന്നില്ല. നിനക്ക് all that he has. അവൻ ഉള്ളതെല്ലാം വിട്ടുവരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. Look what Paul says in Philippians chapter 3. ഫിലിപ്പിലേഖനം 3 അധ്യായത്തില് പൗലോസ് പറയുന്നത് എന്താണെന്ന് നോക്കുക. Verse 7. 7 വാക്യം. Everything that was gained for me I counted as loss for Christ. Everything. എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. And verse 8, all things I count as loss. 8 വാക്യത്തിൽ ഞാൻ ഇപ്പോഴും എനിക്കുള്ളതെല്ലാം നഷ്ടം ഛേദം and I have എന്നെണ്ണുന്നു. suffered the loss of all things and I count it as rubbish that I may gain Christ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് എനിക്കുള്ളതെല്ലാം ഞാൻ ചവറെന്ന് ഇപ്പോഴും എണ്ണുന്നു. You say, Paul, wasn't everything in the Christian life free? പൗലോസിനോട് നാം ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, പൗലോസേ, ക്രിസ്തീയ ജീവിതത്തിലെ എല്ലാം സൗജന്യമായി കിട്ടുന്നതല്ലേ? Yeah, if I wanted only forgiveness of sins and the gift of the Holy Spirit, then I would not have had to pay anything. പൗലോസ് നമ്മോട് ഇങ്ങനെ മറുപടി പറയും, എനിക്ക് പാപക്ഷമയും പരിശുദ്ധാത്മദാനവും മാത്രം മതിയെന്ന് വരികില് എനിക്കൊന്നും വില കൊടുക്കേണ്ടി വരും. But I wanted more than that. എന്നാൽ അതിനേക്കാൾ അധികമായി എനിക്ക് ആഗ്രഹം, I wanted the whole kingdom of heaven. എനിക്ക് ദൈവരാജ്യം മുഴുവനും എന്റേതാകണം. I wanted to partake of all of God's nature. ദൈവത്തിന്റെ സ്വഭാവത്തിന് എനിക്ക് പങ്കാളിത്തം വേണം. I wanted rivers of living water to flow from me to bless thousands of people around the world. ലോകവ്യാപകമായ ആയിരക്കണക്കിന് വ്യക്തികളെ അനുഗ്രഹിക്കുന്ന ജീവജലത്തിന്റെ നദികൾ എന്നിൽ നിന്ന് ഒഴുകണം. I wanted to get all of Christ in me.
എനിക്ക് ക്രിസ്തുവിനെ സമ്പൂർണമായി എനിക്ക് നേടണം. I wanted to have the mind of Christ and not the mind of Paul anymore. എനിക്ക് പൗലോസിന്റെ ആ മനസ്സ് പോരാ, എനിക്ക് മുഴുവനായും ക്രിസ്തുവിന്റെ മനസ്സ് വേണം. ഇതാണ് അവൻ പറഞ്ഞത്. Then I discovered I had to give up everything. പൗലോസ് നമ്മോട് തുടർന്ന് പറയും, അങ്ങനെ ഉള്ള ആഗ്രഹം എന്റെ ഉള്ളിൽ നിറഞ്ഞപ്പം എല്ലാം വിട്ട് വില കൊടുത്ത് അവനെ അനുഗമിക്കേണ്ടി വന്നു. But I discovered when I gave it up, it was only rubbish. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചപ്പോൾ, ലാഭമാണെന്ന് കരുതിയത്, വിലയുള്ളതാണെന്ന് കരുതിയത് ഉപേക്ഷിക്കുവാൻ ഞാൻ മനസ്സ് വെച്ചപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ കണ്ടു. ഞാൻ ഉപേക്ഷിച്ച വിലയുള്ളതെന്ന് കരുതിയതൊക്കെ വെറും ചവറായിരുന്നു. I found the mind of Paul was rubbish, but the mind of Christ was like pure gold. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പൗലോസിന്റെ മനസ്സ്, അവന്റെ ചിന്ത, അവന്റെ വിചാരങ്ങള് ചവറായിരുന്നെന്നും ക്രിസ്തുവിന്റെ മനസ്സാണ് വിലയേറിയ മുത്ത്, അമൂല്യമായത് എന്നും അവൻ കണ്ടെത്തി. Little did he realize that through such a surrender, he was going to bless not thousands, but millions and millions of people for 2,000 years. ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ താൻ 1000-10,000 പേരെയല്ല, കഴിഞ്ഞ 2000 വർഷമായി കോടാനുകോടി ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാകുകയാണ് എന്ന് പൗലോസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണുകയില്ല. Paul realized that for 2,000 years I'm going to bless millions and millions and millions. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പൗലോസ് I gave everything to Christ. ഈ നിലയിൽ തനിക്ക് ലാഭമായത് എല്ലാം ഛേദമെന്ന് എണ്ണിയപ്പം ഈ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളില് ലക്ഷങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം അവനെ ഉപയോഗിക്കും എന്നവൻ വിചാരിച്ചു കാണുകയും, when he stood true to the Lord with all the opposition of people, സകല മനുഷ്യരുടെയും എതിർപ്പുകളെ വകവെക്കാതെ കർത്താവിന്റെ പക്ഷത്ത് അവൻ സദാ നിന്നപ്പോൾ, when they called him member of a cult, he said, okay, that's fine. ദുരുപദേശക്കാരനെന്നും പലതരത്തിലുള്ള തിന്മ നിറഞ്ഞ പേരുകളൊക്കെ അവന് കിട്ടിയപ്പോഴും പൗലോസ് ഉറച്ചു നിന്നു. He once said to one of the kings, ഒരു രാജാവിനോട് ഒരിക്കൽ പൗലോസ് പറഞ്ഞ കാര്യം നാം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുന്നു. Acts 24:14, he told Felix, ഫെലിക്സിനോട് അവൻ പറയുന്ന വാക്കുകൾ 24-ാം അധ്യായത്തിലുണ്ട്. verse 14, അതിന്റെ 14-ാം വാക്യം, according to the way which other people call a cult, that is how I serve God. അവൻ അവിടെ പറയുകയാണ്, ഇവരൊക്കെ ഞാൻ ആയിരിക്കുന്ന മാർഗം, ഈ വഴിയെ ഇവരൊക്കെ പറയുന്ന മതഭേദമെന്നാണ്, കൾട്ട് എന്നാണ്. അതനുസരിച്ചാണ് ഞാൻ എന്റെ കർത്താവിനെ സേവിക്കുന്നത്. Yeah, I belong to what people call a cult. മറ്റുള്ളവര് കൾട്ടാണെന്ന്, മതഭേദമാണെന്ന് പറയുന്ന ഒന്നിലാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. What is this cult? It's a cult that believes everything written in the Bible, that's all. എന്നാൽ ഈ മതഭേദത്തിന്റെ, ഈ കൾട്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വിശുദ്ധ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഇതിനെ. Others don't believe everything, so they call us a cult. മറ്റുള്ളവരെല്ലാം വിശ്വസിക്കാത്തതുകൊണ്ട് അവര് നമ്മളെ എന്താ വിളിക്കുന്നത്? പാഷണ്ണ മതക്കാർ, അല്ലെ മതഭേദം, കൾട്ട് എന്നൊക്കെ We believe sin shall not have dominion over us. പാപത്തിന് നമ്മുടെ മേല് കൃപയുള്ളിടത്തോളം കാലം കർത്തൃത്വം ഉണ്ടാകുകയും, We believe we can rejoice in the Lord always. കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പാൻ കഴിയുമെന്ന് നാം We believe we can be without anxiety. ആകുലചിന്തയില്ലാത്തവരായിരിക്കാൻ നമുക്ക് We believe we can be free from the love of money. പണസ്നേഹത്തിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകുവാൻ, We believe we can love all our enemies. നമ്മുടെ എല്ലാ ശത്രുക്കളെയും സ്നേഹിപ്പാൻ We കഴിയുമെന്ന് believe we can live without fighting for our family property. നമ്മുടെ കുടുംബസ്വത്തിന് വേണ്ടി വഴക്കടിക്കാതിരിക്കുവാൻ കഴിയും എന്ന് നാം വിശ്വസിക്കുന്നു. We believe that we can bless everybody who curses us. നമ്മെ ശാപിക്കുന്ന എല്ലാവരെയും പകരം ശാപിക്കാതെ അനുഗ്രഹിപ്പാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നു. We believe we can overcome anger. നമുക്ക് കോപത്തെ ജയിക്കുവാൻ കഴിയുമെന്ന് We വിശ്വസിക്കുന്നു. believe we can overcome lusting with the eyes. നമ്മുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്നതിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ട് എന്ന് നാം We വിശ്വസിക്കുന്നു. believe that our speech can be gracious. നമ്മുടെ വാക്കുകൾ കൃപയുള്ളതായിരിക്കാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നു. We believe no matter how much God blesses us and uses us, we can remain humble and recognize we are nobodies. അത് മാത്രമല്ല, ദൈവം നമ്മെ എത്രയധികം അനുഗ്രഹിച്ചാലും നമുക്ക് താഴ്മയുള്ളവരായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ കഴിയുമെന്ന് നാം You വിശ്വസിക്കുന്നു. call that a cult? So be it. I belong to that cult. അങ്ങനെ ഒക്കെ വിശ്വസിക്കുന്ന ഞങ്ങളെ ഒരു മതഭേദം, കൾട്ട് എന്ന് വിളിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വിളിച്ചുകൊള്ളുക. ഞങ്ങൾ അങ്ങനെയുള്ള കൾട്ടിലുള്ളവരാണ്. In those days the Bible was called the law and the prophets. So what Paul is saying in verse 14 is, I believe everything
nothing written in the Bible. പൗലോസ് ഇത് സംസാരിക്കുമ്പോൾ പുതിയ നിയമങ്ങൾ എഴുതപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണം, പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് പറയാം, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാം അതുപോലെ വിശ്വസിക്കുന്ന ഒരു കൾട്ടാണ് ഞങ്ങൾ. I belong to that. I'm proud to belong to such a cult. അങ്ങനെയുള്ള ഒരു മതഭേദത്തിലായിരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, എനിക്ക് ലജ്ജയില്ല. Because Paul stood like that, പൗലോസ് അങ്ങനെ നിലകൊണ്ടതുകൊണ്ട് millions have been blessed. ലക്ഷക്കണക്കിന് വ്യക്തികള് അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ്. Because Noah stood true to God's word, millions are alive today. പ്രാചീന ലോകത്തില് ദൈവത്തിന്റെ മനുഷ്യനായ നോഹ ദൈവവചനത്തോട് 100% സത്യസന്ധത പാലിച്ചതുകൊണ്ട് ഇന്ന് ഭൂമിയുടെ മുഖത്ത് കോടാനുകോടി ജനങ്ങൾ നമ്മൾ ഉൾപ്പെടെ ജീവിച്ചിരിക്കും. Are you willing to pay that price? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത്ര വലിയൊരു വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? To be misunderstood, തെറ്റിദ്ധരിക്കപ്പെടുവാൻ, falsely accused, തെറ്റായ നിലയില് നിങ്ങൾ കുറ്റം ചുമത്തപ്പെടുവാൻ, your relatives cheat you of your family property, you say, okay, ഒരുപക്ഷെ take നിങ്ങളുടെ it. കുടുംബ സ്വത്ത് നിങ്ങളുടെ ബന്ധുക്കൾ അപഹരിച്ചു കൊണ്ടുപോകുവാൻ അനുവദിക്കുക. I'm not going to fight for it. അതിനുവേണ്ടി ഞാൻ പോരടിക്കുക. I'm not going to take you to court. അങ്ങനെ ഒരാൾ എന്റെ സഹോദരൻ എന്നോട് ചെയ്താൽ ഞാൻ അവനെതിരെ കോടതിയിൽ പോവുകയില്ല. For what? എന്തിനു വേണ്ടിയാ ഞാൻ പോകുന്നത്? I'm so busy fighting with the devil, I have no time to come to court to fight with you for ഞാന് പിശാചിനോടുള്ള പോരാട്ടത്തില് മുഴുവൻ സമയം ഏർപ്പെട്ടിരിക്കെ എനിക്ക് കോടതിയിൽ പോയി കേസ് വാദിക്കാൻ എവിടെ സമയം? I'm trying to get property in heaven. What's the use of my fighting for something here on earth? സ്വർഗത്തില് സമ്പത്തുണ്ടാക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. എനിക്ക് കോടതിയിൽ പോയി ഭൂമിയിലെ നശിച്ചു പോകുന്ന വസ്തുക്കൾക്ക് വേണ്ടി കേസ് നടത്തുവാൻ എവിടെ സമയം? The Lord told me if I am meek, one day I'll inherit the whole earth, not just these few 1 acre or something. കർത്താവിനോട് പറഞ്ഞത് എന്താണെന്നറിയാം? സൗമ്യത ഉള്ളവനാണ് നീ എന്ന് വരികയില് ഭാവിയിൽ നീ ഭൂമിയെ മുഴുവൻ അവകാശമാക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടുത്തെ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കേസ് നടത്താനോ? I'm not interested. എനിക്കതിന് അശേഷം താല്പര്യമില്ല. Brother, sister, be a true disciple of Jesus. സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തുവിന്റെ ഒരു സത്യ ശിഷ്യനായിരിക്കാൻ Pay the price. ശ്രമിക്കുക. അതിന് വില കൊടുക്കുവാൻ Don't മനസ്സ് wait till it is too late. വളരെ വൈകുന്നത് വരെ കാത്തിരിക്കരുത്. One last verse. ഒടുവിലായി ഒരു വാക്ക്, Matthew 25. മത്തായി സുവിശേഷം 25-ാം അധ്യായം. What is the difference between the 5 wise virgins and the 5 foolish virgins? അതിന്റെ തുടക്കത്തിൽ 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറയുന്നു. ഈ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരുമായ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? We know externally what's written there is clear. Some had a flask of oil and the other 5 didn't have it. ബാഹ്യമായ നിലയിൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഉപരിതലത്തിലെ അർത്ഥം എന്താണ്? 5 പേർക്ക് വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു, മറ്റേ 5 പേർക്ക് അതില്ലായിരുന്നു. But how to get this extra flask of oil? That's the important thing. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം, മണവാളൻ വരുന്ന സമയത്ത് വിളക്ക് പ്രകാശിച്ചുകൊണ്ട് തന്നെ നിൽക്കുവാന് പാത്രത്തിൽ എണ്ണ കിട്ടാനുള്ള മാർഗം എന്താണ്? Now I'll tell you. ഞാൻ നിങ്ങളോട് പറയാം, In a way that you'll never forget. നിങ്ങൾ ഒരിക്കലും മറക്കാത്ത നിലയിൽ. Not my interpretation, what Jesus said. എന്റെ ബുദ്ധിയിൽ ഉദിച്ച വ്യാഖ്യാനമല്ല, യേശു പറഞ്ഞ അതേ കാര്യം. Which you would have seen if you had read the Bible slowly. അത് നിങ്ങളും സാവധാനതയിൽ ഈ വചനം വായിച്ചിരുന്നെന്ന് വരികില് നിങ്ങൾക്കും ഞാൻ മനസ്സിലാക്കിയ കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. The foolish said in verse 8, give us some of your oil for our lamps are going out. 8-ാം വാക്യത്തില് ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നു, നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും കൂടെ തരിക. The wise said in the last part of verse 9, go and buy it. You have to pay a price for it. 9-ാം വാക്യത്തിന് ഒടുവിൽ പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കാന് നിങ്ങൾ പോയി വിലയ്ക്ക് കുറച്ച് എണ്ണ വാങ്ങിച്ചോളാന്. You took only what is free and you thought you'd be ready for the coming of the Lord. അവര് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ബുദ്ധികെട്ടവരെ, നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന എവിടെ ഉണ്ടെന്ന് നോക്കി കിടക്കായിരുന്നു, അത് മാത്രമേ നിങ്ങൾ വാങ്ങിച്ചുള്ളൂ. വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യം ഉണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടായിരുന്നു. You spent your money buying other things. മറ്റ് വസ്തുക്കളൊക്കെ വാങ്ങിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവൻ നിങ്ങൾ ഉപയോഗിച്ചു. ഫ്രീ ആയിട്ട് കിട്ടുന്നത് We decided we are going to best give everything to buy something eternal. എന്നാൽ ഞങ്ങള് അന്നേ തീരുമാനിച്ചു, നിത്യമായത് നശിച്ചു പോകാത്ത ചിലത് വാങ്ങുവാനായി ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങള് ഉപയോഗിക്കും. I'm sorry, it's too late for us to give anything to you now. The Lord has come. കർത്താവ് വരുന്ന ആ നിമിഷത്തിൽ പറയുകയാണ്, വൈകിപ്പോയി പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുവാൻ കഴിയുകയില്ല. Then they wake up, oh, I should have bought something, let me rush now and buy it. അവരപ്പോഴാണ് ഉണരുന്നത്.
അവർക്ക് എന്ന് വെച്ചാൽ സുബോധം ഉണ്ടാകുന്നത് അവര് തത്രപ്പെട്ട് ഓടി വാങ്ങിക്കാനായിട്ട് Oh, I thought everything in the Christian life was free. അപ്പോഴാണ് വളരെ വൈകിപ്പോയെങ്കിലും അവർക്ക് ബുദ്ധി ഉദിച്ചത് ക്രിസ്ത്യ ജീവിതത്തിലെ എല്ലാം സൗകര്യമാണെന്നാണല്ലോ ഇതുവരെ Let me go and വിചാരിച്ചത്. buy it. എന്നാ പോയി വാങ്ങിച്ചു കളയാം. But the Lord has come and gone. എന്നാൽ അവർ വാങ്ങിച്ചു മടങ്ങി വന്നപ്പോഴത്തേക്ക് കർത്താവ് വന്ന് പോയി കഴിഞ്ഞു. Don't wait till then to wake up. ഉണരുവാൻ ആ നിമിഷം വരെ കാത്തിരിക്കരുത്. Now is the time to buy. ഇപ്പോഴാണ് എണ്ണ സംഭരിക്കുവാനുള്ള സമയം. Give up everything to the Lord. കർത്താവിനായിട്ട് നിന്റെ ജീവിതത്തിന്റെ വിലപ്പെട്ടത് എല്ലാം Don't വിട്ടുകളയുവാൻ, നൽകുവാൻ, വില കൊടുക്കുവാൻ Don't തയ്യാറാകുക. be satisfied that people in your church think you're a good brother or sister. നിന്റെ സഭയിലുള്ളതായിരിക്കുന്ന ഇതര മറ്റു സഹോദരങ്ങള് നീ ഒരു നല്ല സഹോദരനാണ്, നല്ല സഹോദരിയാണെന്ന് ചിന്തിക്കുന്നതിൽ മാത്രം തൃപ്തിപ്പെടാതിരിക്കുക. That is another rubbish in your hand. Throw it away. നിന്റെ കയ്യിലുള്ളതായിരിക്കുന്ന മറ്റൊരു ചവറാണ് മറ്റുള്ളവരുടെ നല്ല അഭിപ്രായം, അതും എറിഞ്ഞു കളയുക. Say, Lord, what do you think of me? ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ അവിടുന്ന് എന്നെ കുറിച്ച് എന്താണ് What പറയുന്നത്? is it in my life that I'm not emptying out of my hands that I can't receive your gift? അവിടുത്തെ ദാനം സ്വീകരിക്കുവാനായി എന്റെ കൈകളെ നിറച്ചിരിക്കുന്ന, എന്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെയാണ് കാണിക്കണമേ. Is it buying when I throw away rubbish and get gold instead? Is that buying when I throw away the rubbish, like Paul said, everything's rubbish and I got Christ? എല്ലാം ചവറാണ്, എനിക്ക് ക്രിസ്തുവിനെ ലഭിച്ചു എന്ന് പറയുമ്പോൾ കയ്യിലുള്ളതായതൊക്കെ എറിഞ്ഞ് കളഞ്ഞ് സ്വർണം വാങ്ങിക്കുന്ന പോലെയല്ലേ? Is that, can I say I have bought something there? വാസ്തവത്തില് ഞാന് വില കൊടുത്തു എന്ന് അവിടെ പറയാൻ പറ്റുമോ? എന്റെ കയ്യിൽ വിലയില്ലാത്ത കുപ്പ ചവറായിരുന്നു, അത് കളഞ്ഞു എന്നുള്ളതല്ലേ ഞാൻ ചെയ്തുള്ളൂ. The world calls it a price. ലോകം മാത്രമേ സ്വർഗീയ സമ്പത്തിന്റെ വില മനസ്സിലാക്കാത്തവരെ പറയത്തുള്ളൂ, ഞാൻ എന്റെ കയ്യിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ഞാൻ എറിഞ്ഞു കളയുന്നതൊക്കെ വലിയ വിലയുള്ള ചവറാത്. When people think like this, ആളുകൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, I have made some sacrifices for the Lord. കർത്താവിനായിട്ട് ഞാൻ മഹാത്യാഗം എന്തൊക്കെയോ ചെയ്തു എന്ന് ചിന്തിച്ചു പോകുമ്പോൾ, I'm not trying to be humble. ഞാന് താഴ്മ നടിക്കുകയല്ല. I don't want your reputation for humility. That is another rubbish which I will not seek. താഴ്മയ്ക്ക് നിങ്ങളുടെ അംഗീകാരപത്രം ഞാൻ ഒരിക്കലും ചോദിക്കുന്നില്ല. അത് അങ്ങനെ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് വേറൊരു ചവറാണ്. God is my witness. എന്നാൽ ദൈവത്തെ When I സാക്ഷിയാക്കി say this, ഞാനിത് പറയുമ്പോൾ, I don't believe I have made one sacrifice for Jesus Christ in my life. എന്റെ ജീവിതത്തില് ഇതുവരെയുള്ള എല്ലാ നാളും പരിശോധിച്ചാൽ കർത്താവിന് വേണ്ടി ഒരു ഒറ്റ ത്യാഗം പോലും ചെയ്തു എന്നൊരു ചിന്ത എന്റെ ഉള്ളിലില്ല. I've thrown away a lot of rubbish. That's true. ഒരുപാട് ചവറ്, വിലയില്ലാത്ത കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ എറിഞ്ഞു കളഞ്ഞു എന്നുള്ളത് സത്യമാണ്. You know, I look at myself like this. ഞാൻ എന്നെ കുറിച്ച്, ഈ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. I am like a poor beggar woman sitting with my tin on the roadside with about 50 paisa in it. ഞാൻ വഴിയില് ഒരു തകരപ്പാട്ടയിൽ 50 പൈസയുടെ ഒരു നാണയവുമായിട്ട് ഇരിക്കുന്ന ഒരു ഭിക്ഷക്കാരിയെ പോലെ. Not only poor but ugly. ഞാന് ദരിദ്രയാണെന്ന് മാത്രമല്ല, കുളിച്ചിട്ട് ദിവസങ്ങളായി വൃത്തിഹീനമായ അവസ്ഥയില് 50 പൈസ തൊട്ടുമായിട്ടിരിക്കും. Here is this prince comes down in a Mercedes-Benz car. ഏറ്റവും പുതിയ മെഴ്സിഡസ് ബെൻസ് കാറില് രാജകുമാരൻ എഴുന്നള്ളി വരുന്നു. And stops beside me. വഴിയോരത്ത് പിച്ചപാത്രവുമായിരിക്കുന്ന എന്റെ അടുക്കൽ വന്ന് വാഹനം നിർത്തുന്നു. എന്നിട്ട് പറയുകയാണ്, എന്നോട് പറയുകയാണ്, I want to marry you. എനിക്ക് നിന്നെ ഇഷ്ടമാ, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. It looks like a joke. But I realize he's serious. ഈ പിച്ചക്കാരി ഇത് കേട്ട ഉടനെ തന്നെ പറയും, ഇതുവരെ കേട്ടതിൽ ഏറ്റവും വലിയ തമാശ. പക്ഷെ അവർക്ക് മനസ്സിലായി തമാശ അല്ല, രാജകുമാരൻ അത് അർത്ഥമാക്കി പറയുകയാണ്. And he says, but you must give me all that you have. എന്നാൽ അവനൊരു വ്യവസ്ഥ പറയുന്നു ഇവളെ വിവാഹം കഴിക്കുന്നതിന്. എന്താണെന്നറിയാമോ? അത് നിനക്കുള്ളതെല്ലാം എനിക്ക് തരാം. I will give you all that I have. We will have a joint account from now on. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോയില്ലയോ, സ്വാഭാവികമായിട്ട് എനിക്കുള്ളതെല്ലാം നിന്റേതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ഒരു ജോയിന്റ് അക്കൗണ്ട്. You put your 50 paise and I'll put my millions. എനിക്കുള്ള കോടിക്കണക്കിന് രൂപയുടെ ആ സ്വത്ത് ഞാൻ അക്കൗണ്ടിൽ ഇടാം. നിനക്കുള്ളതല്ല, ഇപ്പൊ 50 പൈസ നിന്റെ ഉള്ളല്ലോ, അത് നീ അതിനകത്ത് ഇട്ടാ. Then you and I can draw freely from that account. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടം പോലെ പണം പിൻവലിക്കാവുന്ന അക്കൗണ്ടാണ്, നിനക്ക് ഇഷ്ടം പോലെ എടുക്കാം. I say, I've got to pray about it. അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്,
കാര്യമൊക്കെ കൊള്ളാം, ശരിയാ. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് You know how long I took to collect this 50 paise? ഈ 50 പൈസ ശേഖരിക്കാനായിട്ട് എത്ര നാളെടുത്തെന്ന് താങ്കൾക്ക് അറിയാമോ? I'm not just going to give it away so easily. അങ്ങനെ അങ്ങ് വേഗത്തില് ഈ 50 പൈസ അങ്ങ് തരാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. You say, okay, I won't force you. I'll look for another beggar woman, that's all. രാജകുമാരൻ എന്നോട് പറയും, ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കുന്നില്ല കുട്ടി, ഞാന് വേറൊരു നിന്നെ പോലെയുള്ളതായിരിക്കുന്ന ഒരു ഭിക്ഷക്കാരിയെ ഞാൻ തിരഞ്ഞു പോവുകയാണ്. A whole lot of beggar women sitting on the road. ഈ വഴിയോരത്ത് നിന്നെ കൂടാതെ എത്രയോ ഭിക്ഷക്കാരികള്, ഈ ദരിദ്രരായ പെൺകുട്ടികൾ ഇരിപ്പുണ്ട്. ഞാൻ അവരുടെ അടുക്കിലേക്ക് പോകും. I say, Lord, I say yes immediately. എനിക്ക് സുബോധം വന്നിട്ട് കർത്താവ് കടന്നു പോകുന്നതിന് മുൻപേ ഞാൻ പറയും, കർത്താവേ ഞാൻ തയ്യാറാണ്. What sacrifice did she make, giving up her 50 paise? അങ്ങനെ ഒരു കഥ നിങ്ങൾ കേട്ടു, ഭാവന. നിങ്ങൾ പറഞ്ഞാട്ട് ഈ ഭിക്ഷക്കാരിയായ ചെറുപ്പക്കാരി എന്തൊരു ത്യാഗമാ ചെയ്തത്, എന്ത് വിലയാ കൊടുത്തത് രാജകുമാരന്റെ ഭാര്യയാകാൻ. Do you believe me now when I say I never made a sacrifice? ഞാന് ഒരു ത്യാഗവും ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പം നിങ്ങൾ ആദ്യം ചിരിച്ചു കാണും മനസ്സിൽ. പക്ഷേ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാകും നമുക്ക് കർത്താവിനായി ഒരു ത്യാഗവും ചെയ്യാൻ കഴിയത്തില്ല. Do you see why Paul says what I gave up was rubbish? പൗലോസ് ഫിലിപ്പിലെ 3 അങ്ങനെയൊക്കെ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? തമാശ പറയുകയല്ലായിരുന്നു. ഞാൻ കർത്താവിനായിട്ട് എല്ലാം എറിഞ്ഞു കളഞ്ഞു. How long are you going to waste your life? നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എത്ര നാൾ പാഴാക്കി ഇനിയും മുന്നോട്ട് പോകും? Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Praise God. You know, I want you to pray that this conference is going to be the real turning point in your life. ഇപ്പോൾ ദൈവസേനയിൽ തലവണക്കിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രായവ്യത്യാസം കൂടാതെ തിരിച്ചറിവുള്ള എല്ലാവരും ഹൃദയംഗമായി കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ കോൺഫറൻസ്, ഇപ്പോൾ അവസാനിക്കുന്ന ഈ കോൺഫറൻസ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെ നിർണായകമായിരിക്കുന്ന നിമിഷമാകണം, ഒരു വഴിത്തിരിവാകണം. പഴയതുപോലെ ഇനി തുടരുവാനിടയാകരുത്. I'm not going to ask you to rush to make a decision now. ഒരു തീരുമാനം തിടുക്കത്തിൽ എടുക്കുവാൻ ഞാൻ നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കുകയില്ല. I'm asking you go home, sit down, count the cost. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഉപദേശിക്കുന്നത്, കോൺഫറൻസ് കഴിഞ്ഞ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോവുക, സാവധാനതയിൽ സമയമെടുത്ത് കർത്താവിന്റെ മുൻപിലിരുന്ന് നിങ്ങൾ അതിന് കൊടുക്കേണ്ട വിലയെക്കുറിച്ച്, അതിന്റെ ചെലവിനെക്കുറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വിലയിരുത്തുക, എന്നിട്ട് തീരുമാനിക്കുക. Get alone with God somewhere, sometime today. ഇന്ന് തന്നെ കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു ഏകാന്ത സ്ഥലത്ത് നീയും കർത്താവും മാത്രമുള്ള ഒരിടത്ത് അവന്റെ സന്നിധിയിൽ നിന്റെ ജീവിതത്തെ കൊണ്ടുവരിക. And say, Lord, I want to open my heart and life and everything to receive the Holy Spirit first of all. കർത്താവെ, ഒന്നാമതായിട്ട് സൗജന്യമായിരിക്കുന്ന, തികച്ചും സൗജന്യമായ, വില തീരാത്ത അങ്ങയുടെ പരിശുദ്ധാത്മദാനം എന്റെ ജീവിതത്തിൽ എനിക്ക് വേണം. And I want to give up everything I have that I possess and hold on to. ഞാൻ ഇന്നവരെ എന്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന, എന്റെ സ്വന്തമെന്ന് കരുതിയിരിക്കുന്ന സകലതും, എനിക്കുള്ളതൊക്കെയും നിനക്ക് വിട്ടുതരുവാൻ, വിറ്റ് നിന്നെ അനുഗമിപ്പാൻ ഞാൻ I want ആഗ്രഹിക്കുന്നു. to be your disciple. ഞാൻ നിന്റെ ശിഷ്യയായിരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവേ. Say that to God sometime today. ഇന്ന് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഏതെങ്കിലും ഒരു സമയം കർത്താവിനോട് അത് പറയുവാൻ നിങ്ങൾ തയ്യാറാകുക. Receive His gift freely. അവിടുത്തെ ദാനം സൗജന്യമായി നിന്റെ ജീവിതത്തിൽ പ്രാപിക്കുക. And when you thank Him, നിങ്ങൾ ആ വിലതീരാത്ത ദൈവത്തിന്റെ ദാനത്തിനു വേണ്ടി കർത്താവിന് നന്ദി പറയുമ്പോൾ, say, Lord, I don't have words to thank you. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു പൊങ്ങുന്ന നന്ദി പ്രകടിപ്പിക്കുവാൻ നിങ്ങളുടെ ഭാഷയിലെ വാക്കുകൾ അപര്യാപ്തമായി തീരുമ്പോൾ ദൈവസന്നിധിയിൽ അത് പറയുക. Say, Lord, give me words to thank you. കർത്താവേ, അങ്ങയോട് അണപൊട്ടി ഒഴുകുന്ന നന്ദി പ്രകടിപ്പിക്കുവാൻ അങ്ങയുടെ വാക്കുകൾ എനിക്ക് തരണമേ എന്ന് നിങ്ങൾ പറയുക, ചിന്തിക്കുക. Then you will get the genuine gift of tongues. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ അർപ്പിക്കുന്ന ആ വിലയേറിയ സ്വർഗം ശ്രദ്ധിക്കുന്ന നിമിഷങ്ങളില് നിങ്ങൾ പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കും. അന്യഭാഷ എന്ന് പറഞ്ഞ വരം നിങ്ങൾ പ്രാപിക്കും. You don't need to be in any emotional meeting or any such thing. ഏതെങ്കിലും നിങ്ങളുടെ വൈകാരികമായി നിങ്ങളെ ഇളക്കുന്ന ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ നിങ്ങൾ ആയിരിക്കേണ്ട ആവശ്യമില്ല. Heavenly Father, സ്വർഗസ്ഥ പിതാവേ, there are so many needy people here. ആവശ്യക്കാരായിരിക്കുന്ന
അങ്ങയുടെ മുൻപാകെ ഇരിക്കുന്ന നിന്റെ മക്കളെ നീ കാണുന്നല്ലോ കർത്താവേ. cheated and deceived by the devil for so many years. അനേക വർഷങ്ങളായിട്ട് പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഹൃദയങ്ങളെ നീ കാണുന്നുണ്ടല്ലോ കർത്താവേ. Make this day the end of all their deception. അവരുടെ ജീവിതത്തിലെ പിശാചിന്റെ വഞ്ചനയുടെ അവസാനത്തെ ദിവസമായിട്ട് ഇത് തീരട്ടെ കർത്താവേ. Help them to come into the glorious liberty of the children of God. ദൈവത്തിന്റെ പുത്രീപുത്രന്മാരുടെ തേജസ്സേറിയ സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് അവർ പ്രവേശിക്കട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ.